ശന്തനു സത്യവതിയെ വിവാഹം കഴിച്ചു. അവർക്ക് ചിത്രാംഗദൻ, വിചിത്രവീര്യൻ എന്ന 2 പുത്രന്മാരുണ്ടായി. ശന്തനുവിന്റെ മരണശേഷം ചിത്രാംഗദൻ രാജാവായി. പക്ഷേ ചെറുപ്പത്തിൽ തന്നെ ഒരു ഗന്ധർവനുമായുമുള്ള യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. തുടർന്ന് അനുജനായ വിചിത്രവീര്യൻ രാജാവായി. അദ്ദേഹത്തിന് പ്രായപൂർത്തിയാകാത്തതിനാൽ ഭീഷ്മരായിരുന്നു രാജ്യകാര്യങ്ങൾ നോക്കിയിരുന്നത്. വിചിത്രവീര്യന് വിവാഹപ്രായമായപ്പോൾ കാശിരാജാവിന്റെ 3 പുത്രിമാരായ അംബിക, അംബ, അംബാലിക എന്നിവരുടെ സ്വയംവരം നടക്കുന്നുണ്ടായിരുന്നു. ഭീഷ്മർ അവിടെ എത്തി. മറ്റു രാജാക്കന്മാരെയെല്ലാം പരാജയപ്പെടുത്തി 3 രാജകുമാരിമാരെയും വിചിത്രവീര്യനു വേണ്ടി ഹസ്തനാപുരിയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ താൻ